വിശദമായി തന്നെ നോക്കാം. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. തീ കെടുത്തിയാലും ഏതാനും ദിവസങ്ങൾ പുക അന്തരീക്ഷത്തിൽ നിലനിൽക്കുമെന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ എന്ന ആശങ്കയുണ്ട്. സമീപ പ്രദേശങ്ങളിലെ വിദ്യാലയങ്ങൾക്ക് ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. അതേസമയം ബ്രഹ്മപുരത്തേക്ക് മാലിന്യവുമായി എത്തിയ വണ്ടികൾ നാട്ടുകാർ തടഞ്ഞു. ബ്രഹ്മപുരത്തെ തീയണയുമ്പോഴും ആശങ്കകൾ ബാക്കിയാകുകയാണ്. അന്തരീക്ഷ മലിനീകരണം ഉയർത്തുന്ന വെല്ലുവിളികൾ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയുണ്ട്. ബ്രഹ്മപുരം മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റിലെ തീപിടുത്തത്തെ തുടർന്നുണ്ടായ പുക കൊച്ചി നഗരത്തിലേക്ക് കൂടി വ്യാപിച്ച സാഹചര്യത്തിൽ വ്യവസായ മന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. തീപിടുത്തം നിയന്ത്രണ വിധേയമായതായി യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച മന്ത്രി പി രാജീവ് പറഞ്ഞു. പൊതുവെ നിയന്ത്രണ വിധേയമാണ്. എല്ലാ സൗകര്യങ്ങളും ഫയർഫോഴ്സിന് അവിടെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ പുറത്തിറങ്ങരുതെന്നും മറ്റുള്ളവർക്ക് മാസ്ക് ധരിച്ച് ഇറങ്ങാമെന്നുമാണ് നിർദ്ദേശം. ബ്രഹ്മപുരത്ത് 2 ഓക്സിജൻ പാർലറുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആരോഗ്യ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായ ക്രമീകരണങ്ങൾ ജില്ലയിലെ പ്രധാന ആശുപത്രികൾ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രി 100 ബെഡ് ഇതിനായി പ്രത്യേകം വേർതിരിച്ചിട്ടുണ്ട്. GH എറണാകുളത്ത് 100 ബെഡ് വേർതിരിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തുറ താലൂക്ക് ഹോസ്പിറ്റലിൽ 20 ബെഡ് വേർതിരിച്ചിട്ടുണ്ട്. വിഷപ്പുകയുടെ പശ്ചാത്തലത്തിൽ എറണാകുളം ജില്ലയിലെ വിവിധ മേഖലകളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. വടവുകോട്, പുത്തൻകുരിശ്, കിഴക്കമ്പലം, കുന്നത്തുനാട് ഗ്രാമപഞ്ചായത്തുകൾക്ക് പുറമെ തൃക്കാക്കര, തൃപ്പൂണിത്തുറ, മരട് മുനിസിപ്പാലിറ്റികൾ, കൊച്ചി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. നഗരത്തിലെ മാലിന്യ നീക്കത്തിന് താൽക്കാലിക നടപടി തുടങ്ങാൻ യോഗം നിർദ്ദേശം നൽകിയെങ്കിലും മാലിന്യവുമായി എത്തിയ ലോറികൾ നാട്ടുകാർ തടഞ്ഞു. പ്ലാന്റിലെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാതെ മാലിന്യ നിക്ഷേപത്തിന് അനുവദിക്കില്ലെന്നാണ് നാട്ടുകാരുടെ നിലപാട്. ന്യൂസ് 18 കൊച്ചി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തിൽ കോർപ്പറേഷനെതിരെ പുതിയ ആരോപണവുമായി പ്രതിപക്ഷം. CPM നേതാവ് വൈക്കം വിശ്വന്റെ മരുമകന്റെ കമ്പനിക്ക് ചട്ടങ്ങൾ മറികടന്ന് മാലിന്യ സംസ്കരണത്തിന് അനുമതി നൽകിയെന്നാണ് മുൻ മേയർ ടോണി ചെമ്മണിയുടെ ആരോപണം. എന്നാൽ ആരോപണങ്ങൾ മേയർ അനിൽകുമാർ നിഷേധിച്ചു. ന്യൂസ് 18 സൺഡേ ഡിബേറ്റിലായിരുന്നു മേയറും മുൻ മേയറും തമ്മിലുള്ള ഈ ഏറ്റുമുട്ടൽ. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കലങ്ങിമറിയുകയാണ് കൊച്ചിയിലെ രാഷ്ട്രീയവും. രാഷ്ട്രീയ താൽപര്യം പരിഗണിച്ച് യോഗ്യതയില്ലാത്ത കമ്പനിക്ക് മാലിന്യ സംസ്കരണത്തിന് കരാർ നൽകി. സോറ്റ ഇൻഫ്രാടെക് എന്ന കമ്പനിക്ക് വേണ്ടത്ര മുൻപരിചയമില്ല. CPM നേതാവ് വൈക്കം വിശ്വന്റെ മരുമകന്റെ കമ്പനിയാണിതെന്ന് മുൻ മേയർ ടോണി ചെമ്മണി. ഇവിടെ വന്നിട്ടുള്ളത് CPMന്റെ സമുന്നതനായ നേതാവ് വൈക്കം വിശ്വന്റെ മകളുടെ ഭർത്താവ് രാജ്കുമാർ ചെല്ലപ്പന്റെ കമ്പനിയാണ്. അവർക്ക് 8.5 കോടി രൂപ തിരുനെൽവേലി കോർപ്പറേഷനിൽ സയൻറ്റിഫിക് ക്ലോഷർ എന്ന വേറൊരു മെത്തേഡുണ്ട്. അതുപ്രകാരം മാലിന്യ സംസ്കരണം നടത്തിയ സർട്ടിഫിക്കറ്റാണ്. അവർക്ക് ബയോമൈനിങ്ങിൽ മുൻപരിചയമില്ല. ഈ ടെൻഡർ വ്യവസ്ഥകളുടെ യോഗ്യതയായ മിനിമം 10 കോടി എന്ന വ്യവസ്ഥ പാലിച്ചിട്ടില്ല. പക്ഷേ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി ഇങ്ങനെ പ്രമുഖനായ നേതാവിൻ്റെ മരുമകൻ എന്ന നിലയിൽ CPMന്റെ താല്പര്യം അവർക്ക് വഴിവിട്ട് കരാർ കൊടുത്തു. ആരോപണങ്ങൾ മേയർ അനിൽകുമാർ നിഷേധിച്ചു. തീപിടുത്തത്തിൽ അട്ടിമറി ആരോപിച്ച് ന്യൂസ് 18 സ്പെഷ്യൽ ഡിബേറ്റിലാണ് മേയറും മുൻ മേയറും പരസ്പരം കൊമ്പുകോർത്തത്. എനിക്ക് ഒരു കാര്യത്തിൽ സംശയമില്ല. ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടണം, സുതാര്യമാകണം. ഫണ്ട് അനാവശ്യമായി ചെലവഴിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ അട്ടിമറിക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തണം. ബയോമൈനിങ്ങുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ആ കമ്പനിക്ക് തെറ്റുകളുണ്ടെങ്കിൽ തെറ്റുകൾ കുറച്ചുണ്ട്, ഞങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും കോർപ്പറേഷൻ സഹകരിക്കും. തീപിടുത്തത്തിൽ അട്ടിമറി ആരോപിച്ച് ആദ്യം രംഗത്ത് വന്നത് CPI ആണ്. CPIക്ക് മറുപടിയില്ലെന്ന ഒറ്റവാക്കിൽ വിവാദം മേയർ ഒതുക്കിയെങ്കിലും പ്രതിപക്ഷം വിവാദം ആളിക്കത്തിക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി. ചെങ്ങന്നൂരിലെ CPM പ്രവർത്തകരുടെ കൂട്ടരാജിയിലേക്ക് നയിച്ച ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ SDPI ബന്ധത്തിന് കൂടുതൽ തെളിവുകൾ. SDPI നേതാവും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും തുല്യ പങ്കാളിത്തത്തിൽ തുടങ്ങിയ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മന്ത്രി സജി ചെറിയാനും ആലപ്പുഴയിലെ ഉന്നത CPM നേതാക്കളും ചേർന്നാണ്. നേതാക്കന്മാരും SDPI നേതാവ് ഷീദ് മുഹമ്മദ് ഒന്നിച്ചുള്ള ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. അതേസമയം തനിക്ക് ഇങ്ങനെയൊരു സംരംഭം ഇല്ല എന്നാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ വാദം. ഇപ്പോൾ രാജി കൊടുത്തെന്ന് പറയുന്നതിലുള്ള ആൾക്കാർ ഇപ്പോൾ ഞങ്ങളുടെ മെമ്പർഷിപ്പ് സ്കൂട്ടനി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം രാജി കൊടുത്തതിന് ശേഷം അവരിൽ പലരും സ്കൂട്ടനി കമ്മിറ്റിയിൽ പങ്കെടുത്ത് മെമ്പർഷിപ്പ് പുതുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ പേരിൽ അങ്ങനെ ഒരു സ്ഥാപനം ഇല്ല. നിങ്ങൾക്ക് അതിന്റെ രേഖകളെല്ലാം പരിശോധിക്കാം.
തനിക്ക് വിവാദങ്ങൾക്ക് കാരണമായ കേട്ടൗൺ കഫേ എന്ന സ്ഥാപനത്തിൽ യാതൊരു പങ്കാളിത്തവുമില്ലെന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ വാദം പൂർണ്ണമായും പൊളിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. സംരംഭത്തിന്റെ ഉദ്ഘാടന ദിവസം ഷീദ് മുഹമ്മദ് തന്നെ ക്ഷണിച്ചിട്ടാണ് മന്ത്രി സജി ചെറിയാൻ, മുൻ MLA R രാജേഷ്, ജില്ലാ കമ്മിറ്റി അംഗം MH റഷീദ്, ചെങ്ങന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് ശശികുമാർ എന്നീ പാർട്ടി നേതാക്കന്മാർ കേട്ടൗൺ കഫേയിൽ എത്തുന്നത്. സ്ഥാപനത്തിന്മേലുള്ള SDPI നേതാവ് അഷാദിന്റെ പങ്കാളിത്തം മറച്ചുവെച്ചുകൊണ്ടായിരുന്നു പാർട്ടി നേതാക്കന്മാർക്കുള്ള ക്ഷണം. സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ LC സെക്രട്ടറി ഷീദ് മുഹമ്മദിനും മന്ത്രിക്കുമൊപ്പം SDPI നേതാവ് അഷാദിനെയും കാണാം. SDPI നേതാവ് അഷാദ് തിരഞ്ഞെടുപ്പിൽ ലീഗ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചതിൽ CPM പുറത്താക്കിയ അസിം വലിയ വീട്ടിൽ, വിശാൽ വധക്കേസ് പ്രതി ആഷിഖ് എന്നിവർക്ക് കേട്ടൗൺ കഫേയിൽ പങ്കാളിത്തമുള്ളതായി പാർട്ടി കണ്ടെത്തുന്നത് പിന്നീടാണ്. CPM പ്രവർത്തകരിൽ നിന്നും നിരവധി പരാതികൾ ഉയർന്നതോടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷീദ് മുഹമ്മദ് തന്നെ തന്റെ പങ്കാളിത്തം പാർട്ടിക്ക് മുന്നിൽ സ്ഥിരീകരിച്ചു. വിഷയത്തിൽ പാർട്ടി നേതൃത്വം മറ്റു നടപടികളിലേക്ക് നീങ്ങുന്നതിൽ വിമുഖത കാട്ടിയതാണ് കൂട്ടരാജിയിലേക്ക് നയിച്ചത്. പാർട്ടി പ്രവർത്തകർക്ക് SDPI CPM പരസ്യ കച്ചവടത്തിലുണ്ടായ അവമതിപ്പും അതൃപ്തിയുമാണ് ചെങ്ങന്നൂരിലെ പാർട്ടി അംഗങ്ങളുടെ കൂട്ടരാജിയിലേക്ക് കൊണ്ടെത്തിച്ചത്. തന്റെ ആസ്തികളെ സംബന്ധിച്ച് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പാർട്ടിക്ക് നൽകേണ്ട വിവരങ്ങൾ പോലും ഷീദ് മുഹമ്മദ് നൽകിയിട്ടില്ല എന്ന കാര്യം വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് വർഗശത്രുക്കളെന്ന് പാർട്ടി പറയുന്ന SDPI നേതാക്കന്മാർക്കൊപ്പം ആലപ്പുഴയിലെ തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് വേദി പങ്കിടേണ്ടി വന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കോഴിക്കോട്ടെ ആശുപത്രികളിൽ നാളെ ഡോക്ടർമാരുടെ സമരം. ഫാത്തിമ ആശുപത്രിയിലെ ഡോക്ടറെ കൂട്ടിരിപ്പുകാർ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് IMAയുടെ ഈ പണിമുടക്ക്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. സംഭവത്തിൽ കുന്നമംഗലം സ്വദേശികളായ സഹീർ ഫാസിൽ, മുഹമ്മദ് അലി എന്നിവർ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റ് PK അശോകന് ഇന്നലെയാണ് മർദ്ദനമേറ്റത്. ആശുപത്രിയിൽ ചികിത്സ തേടിയ കുന്നമംഗലം സ്വദേശിയായ യുവതിയുടെ ബന്ധുക്കളാണ് ആക്രമണം നടത്തിയത്. ഗർഭസ്ഥ ശിശു മരിച്ചതിനു ശേഷവും യുവതിക്ക് ചികിത്സ വൈകിയെന്നു ആരോപിച്ചായിരുന്നു മർദ്ദനം. സംഭവത്തിൽ 6 പേർക്കെതിരെ നടക്കാവ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതുവരെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് IMA തീരുമാനം. നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് നിസ്സഹകരണ സമരം. കാഷ്വാലിറ്റിയിലും ICUവിലും മാത്രം സേവനം തുടരും. 5 പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു. ഈ 5 പോലീസുകാരുടെ മുമ്പ് നിന്നാണ് ഈ ഒരു ആക്രമണം നടക്കുന്നത്. പോലീസുകാർ തന്നെ പറയുന്നുണ്ട് ഈ ഡോക്ടർ അവരില്ലായിരുന്നെങ്കിൽ ഡോക്ടറുടെ സ്ഥിതി വളരെ ശോചനീയമാവുന്ന പോലീസുകാരനെ പറയുന്നുണ്ട്. എന്നിട്ടും ഈ പ്രതികൾ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പോലീസ് നോക്കി നിൽക്കണം. എത്ര ലാഘവത്തോടു കൂടിയാണ് അവർ കാര്യങ്ങൾ നേരിടുന്നത് മനസ്സിലാവുന്നില്ല. കാരണം ഒരു ആരോഗ്യ പ്രവർത്തകന് ഒരു സ്വന്തം ആശുപത്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ അടി കിട്ടി പോലീസിന് മുമ്പിൽ നിന്ന് അടി കിട്ടിയ ശേഷം ഈ പോലീസിന് അറ്റ്ലീസ്റ്റ് അവരുടെ ഒരു മൊഴി അപ്പൊ ചോദിക്കുമ്പോൾ പറയുന്നത് കംപ്ലൈന്റ് വേണമെന്ന്. കംപ്ലൈന്റ് ആണോ അവിടെ അവരുടെ ദൃക്സാക്ഷികളാണ് അവിടെ നിയമപാലകർ ദൃക്സാക്ഷികളായി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. ഗർഭസ്ഥ ശിശു മരിച്ച് ഒരാഴ്ച പിന്നിട്ടിട്ടും യുവതിക്ക് പനി മാറാത്ത സാഹചര്യത്തിൽ ബന്ധുക്കൾ ആശുപത്രി അധികൃതരുമായി വാക്കേറ്റമുണ്ടായി. ഇതിനു പിന്നാലെയാണ് ഡോക്ടർക്ക് മർദ്ദനമേറ്റത്. ന്യൂസ് 18 കോഴിക്കോട്. KSRTC സമരത്തിൽ CITUവിനെ ചർച്ചയ്ക്ക് വിളിച്ച് ഗതാഗത മന്ത്രി. നാളെ രാവിലെ 11 മണിക്കാണ് ചർച്ച. ശമ്പളം വൈകുന്നതിനും ഗഡുക്കളായ ശമ്പളം നൽകുന്നതിനുമെതിരെ അനിശ്ചിതകാല സമരത്തിലാണ് CITU. അതിനിടെ ജീവനക്കാർക്ക് ആദ്യ ഗഡു ശമ്പളം വിതരണം ചെയ്തു. നന്ദകുമാറിന്റെ റിപ്പോർട്ട് കാണാം. തൊഴിലാളി യൂണിയനുകളുടെ എതിർപ്പ് മറികടന്നാണ് KSRTC മാനേജ്മെന്റ് ശമ്പളം ഗഡുക്കളായി വിതരണം ചെയ്യാൻ ആരംഭിച്ചത്. പകുതി ശമ്പളമാണ് ജീവനക്കാർക്ക് ആദ്യ ഗഡുവായി വിതരണം ചെയ്തത്. സർക്കാർ കഴിഞ്ഞ മാസം നൽകിയ ധനസഹായവും ഒപ്പം ബാങ്കിൽ നിന്നെടുത്ത ഓവർഡ്രാഫ്റ്റും ഉപയോഗിച്ചാണ് ശമ്പള വിതരണം നടത്തിയത്. രണ്ടാം ഗഡു നൽകണമെങ്കിൽ സർക്കാർ കനിയണമെന്ന് തന്നെയാണ് മാനേജ്മെന്റ് നിലപാട്. എന്നാൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തൊഴിലാളി യൂണിയനുകളുടെ തീരുമാനം. നാളെ ഇടതനുകൂല സംഘടനയായ CITU ചീഫ് ഓഫീസ് ഉപരോധിക്കും. രാവിലെ 10 മണിക്കാണ് ഉപരോധ സമരം. എന്നാൽ പ്രത്യക്ഷ സമരം തുടരുന്ന CITUവുമായി ഗതാഗത മന്ത്രി ആന്റണി രാജു ചർച്ച നടത്തും. രാവിലെ 11 മണിക്ക് മന്ത്രിയുടെ ചേംബറിൽ വെച്ചാണ് ചർച്ച. സമരം അവസാനിപ്പിക്കണമെന്നൊരാവശ്യം മന്ത്രി മുന്നോട്ട് വയ്ക്കും. എന്നാൽ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് CITU ഉള്ളത്. തിരുവനന്തപുരത്ത് നിന്നും നന്ദകുമാർ, ന്യൂസ് 18. കാടിറങ്ങുന്നു വന്യത.
ഇടുക്കിയിൽ വീണ്ടും പടയപ്പയുടെയും അരിക്കൊമ്പന്റെയും ആക്രമണം. മൂന്നാറിൽ KSRTC ബസിന് നേരെ പടയപ്പ ആക്രമണം നടത്തി. പൂപ്പാറയിൽ അരിക്കൊമ്പന്റെ ആക്രമണത്തിൽ ഒരു വീട് തകർന്നു. കഴിഞ്ഞ രാത്രി 12 മണിയോടെയാണ് മൂന്നാർ നെയ്മക്കാടിന് സമീപത്ത് വച്ച് KSRTC സൂപ്പർഫാസ്റ്റിന് നേരെ പടയപ്പ പാഞ്ഞെടുത്തത്. ബസിന്റെ ഗ്ലാസ് ആന തകർത്തു. കഴിഞ്ഞ ദിവസം നെയ്മക്കാട്ടിൽ പച്ചക്കറി കൃഷിയും പടയപ്പ നശിപ്പിച്ചിരുന്നു. 2 മണിയോടെയാണ് പൂപ്പാറ തലക്കുളത്ത് അരിക്കൊമ്പന്റെ ആക്രമണമുണ്ടായത്. വീട് ഭാഗികമായി തകർത്തു. തലക്കുളം സ്വദേശി ബൊമ്മരാജിന്റെ വീടാണ് തകർന്നത്. 12:30ക്കാണ് ആന തലക്കുളം മേഖലയിൽ വന്നിട്ട് പൊമ്മരാജന്റെ വീട് അടിച്ചു തകർത്ത് ഒരു പരുവത്തിൽ എത്തിച്ചിട്ടാ പോയിരിക്കുന്നത്. ഇനി ഞങ്ങള് തലക്കുളം മേഖലയിൽ ആൾക്കാർ ജീവിക്കണമെങ്കിൽ സർക്കാർ എത്രയും പിടിയുന്ന ഈ ഒറ്റയാനെ അരിക്കൊമ്പനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള സംവിധാനം ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. நேற்று நைட்டு ஒரு 1 மணி அளவில் இங்கே வந்து கதவை உடைச்சி உள்ள பொருளெல்லாம் சாப்பிட்றதுக்காக உடைச்சிருச்சு. இப்போ ஆனை இந்த பக்கத்தில் தோட்டத்துக்குள்ளதே இருக்கு. ആക്രമണം നടന്ന സമയത്ത് വീട്ടിൽ ആൾക്കാർ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. നാട്ടുകാർ ബഹളം വെച്ചാണ് പ്രദേശത്ത് നിന്നും ആനയെ തുരത്തിയത്. 2 മാസത്തിനിടെ 15ലധികം വീടുകളാണ് ആനയുടെ ആക്രമണത്തിൽ ശാന്തൻപാറ, ചിന്നകനാൽ പഞ്ചായത്തുകളിലായി തകർന്നത്. 10 ദിവസത്തിലധികമായി മൂന്നാർ കടലാർ എസ്റ്റേറ്റ് മേഖലയിൽ കാട്ടാനക്കൂട്ടം തമ്പടിച്ചിട്ട്. ന്യൂസ് 18 ഇടുക്കി. തുടരുന്നു വാർത്തകൾ വിശദമായി. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് നീക്കം പാളി. ലാഹോറിലെ വസതിയിൽ പോലീസ് എത്തിയെങ്കിലും ഇമ്രാനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഇമ്രാൻ വസതിയിലില്ല എന്നായിരുന്നു പോലീസിന്റെ പ്രതികരണം. എന്നാൽ തൊട്ടു പിന്നാലെ വസതിക്ക് മുന്നിൽ തടിച്ചുകൂടിയ പാർട്ടി പ്രവർത്തകരെ ഇമ്രാൻഖാൻ അഭിസംബോധന ചെയ്തു. തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും ആർക്കു മുന്നിലും തലകുനിക്കില്ലെന്നും ഇമ്രാൻഖാൻ പറഞ്ഞു. जो पाकिस्तान का बदतरीन वक्त है, माशरत डूब गई है, तनख्वाहदार और गरीब पाकिस्तान की तारीख की सबसे ज्यादा महंगाई में पिस गया है. जिन लोगों ने इस मुल्क के ऊपर मुसल्लत होकर इसको तबाह किया, उनके पैसे बाहर पड़े हुए हैं. സരുണെ ജോസ് ചേരുകയാണ് വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. സരുൺ, ഈ ഫെബ്രുവരി 28 കോടതിയിൽ ഹാജരാകണമെന്ന് ഇമ്രാൻഖാന് നിർദ്ദേശമുണ്ടായിരുന്നു. അത് ലംഘിച്ചു. അതേ തുടർന്നാണ് ഈ അറസ്റ്റിനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടന്നത്. ഈ പോലീസ് വീട്ടിലെത്തുന്നു, പക്ഷേ ഇല്ല എന്ന് പറയുകയാണ്. അതേസമയം അതേ വീട്ടിൽ നിന്നെത്തി ഇമ്രാൻഖാൻ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? എൽദോ, കോടതിയുടെ അറസ്റ്റ് വാറന്റുമായാണ് ഇസ്ലാമാബാദ് പോലീസ് ലാഹോറിലെ ഇമ്രാൻഖാന്റെ വസതിക്ക് മുമ്പിലെത്തിയത്. സബൻ പാർക്കിലുള്ള വസതിയിൽ ഇസ്ലാമാബാദ് പോലീസ് എത്തുകയായിരുന്നു. ലാഹോർ പോലീസിന്റെ സഹായത്തോടു കൂടിയ ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്ത് ഇസ്ലാമാബാദിലേക്ക് കൊണ്ടുപോകാനായിരുന്നു പോലീസിന്റെ നീക്കം. പക്ഷേ ഇമ്രാൻഖാൻ ഈ വസതിയിൽ ഇല്ലെന്നായിരുന്നു PTI ഇമ്രാൻഖാന്റെ പാർട്ടിയുടെ നേതാക്കൾ പോലീസിനെ അറിയിച്ചത്. പോലീസ് പരിശോധന നടത്തിയെങ്കിലും ഇമ്രാൻഖാനെ ആ വസതിയിൽ കണ്ടിട്ടില്ലെന്നായിരുന്നു പിന്നീട് പോലീസ് പറഞ്ഞത്. ഇങ്ങനെ പോലീസ് ഈ നീക്കപ്പാളി, അറസ്റ്റ് നീക്കം പാളി പുറത്തേക്ക് പോയതിന് തൊട്ട് പിന്നാലെയാണ് ഇമ്രാൻഖാൻ പുറത്ത് തടിച്ചുകൂടിയ 100 കണക്കിന് പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത്. ഈ സമയം ഇസ്ലാമാബാദ് പോലീസ് ആ പരിസരത്ത് ഉണ്ടായിരുന്നു. അവിടെ പോലീസും പാർട്ടി പ്രവർത്തകരുമായി സംഘർഷത്തിന്റെ അവസ്ഥയും നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഈ സമയം ഇമ്രാൻഖാൻ സ്ഥലത്തില്ലെന്ന് പറഞ്ഞ പോലീസ് പോയതിന് തൊട്ട് പിന്നാലെ ഇമ്രാൻഖാൻ അണികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു. ഷഹബാസ് ഷെരീഫും സർദാരിയും ചേർന്ന് പാകിസ്ഥാനെ ഇല്ലാതാക്കുകയാണ്, പാകിസ്ഥാനെ നശിപ്പിക്കുകയാണ് എന്നായിരുന്നു ഇമ്രാൻഖാൻ പ്രവർത്തകരോട് പറഞ്ഞത്. ഈ രാജ്യത്തിന്റെ, പാകിസ്ഥാന്റെ സമ്പത്ത് മുഴുവൻ പുറം ലോകത്തേക്ക് കൊണ്ടുപോകുന്നതിനാണ് ഇവർ ശ്രമിക്കുന്നത്. പാകിസ്ഥാൻ ഇപ്പോൾ മുമ്പൊന്നുമില്ലാത്ത ഒരു സാഹചര്യത്തെയാണ് ഇപ്പോൾ നേരിടുന്നത്. അതിന് ഉത്തരവാദികൾ ഇപ്പോഴത്തെ ഭരണാധികാരികളാണ്. താൻ ആർക്കു മുമ്പിലും തല കുനിക്കില്ലെന്നും ഇമ്രാൻഖാൻ പറഞ്ഞു. തോഷഖാന കേസിൽ എന്നറിയപ്പെടുന്ന കേസിലാണ് ഇമ്രാൻഖാനെതിരെ അറസ്റ്റ് വാറണ്ട് കോടതി പുറപ്പെടുവിച്ചത്. പ്രധാനമന്ത്രിയായിരിക്കെ ലഭിച്ച ഉപഹാരങ്ങൾ വിറ്റു എന്ന കേസിലാണ് ഇമ്രാൻഖാന്
ഇപ്പോൾ ഈ അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങിയത്. നേരത്തെ 4 കേസുകളായിരുന്നു ഇമ്രാൻഖാന്റെ പേരിൽ ഉണ്ടായിരുന്നത്. രാജ്യദ്രോഹം അടക്കമുള്ള 4 കേസുകളായിരുന്നു. ഇതിൽ 3 കേസുകളിൽ ഇമ്രാൻഖാന് ജാമ്യം ലഭിക്കുകയുണ്ടായി. ഈ കേസിൽ മാത്രമാണ് ഇമ്രാൻഖാന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് വാറന്റ് കോടതി പുറപ്പെടുവിച്ചത്. എൽദോ, പാകിസ്ഥാൻ ഒരു ബനാന റിപ്പബ്ലിക്കായി മാറിയെന്നായിരുന്നു ഇമ്രാൻഖാന്റെ വിമർശനങ്ങളിലൊന്ന്. ഈ തോഷഖാന കേസിന്റെ വിശദാംശങ്ങളിലേക്ക് എത്തുമ്പോൾ സരുൺ, ഏറെ നാളായി നീണ്ടു നിൽക്കുന്ന നിയമ പോരാട്ടമാണ് ഇമ്രാൻഖാനും ഈ കേസ് സംബന്ധിച്ച്. ഇതിൽ ഇനിയുണ്ടാകാൻ പോകുന്ന ഒരു നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും, ഭവിഷ്യത്തുകൾ എന്തായിരിക്കും? ഇമ്രാൻഖാനെ സംബന്ധിച്ച് ഇനി ഈ ലീഗലി നേരിടുമ്പോൾ എന്തൊക്കെ നേരിടേണ്ടി വരും ഈ കേസിൽ, തോഷഖാന കേസിൽ? എൽദോ, കഴിഞ്ഞ വർഷം മാർച്ചിലാണ് ഇമ്രാൻഖാന് പ്രധാനമന്ത്രി പദം നഷ്ടമാവുന്നത്. അവിശ്വാസ പ്രമേയം പ്രതിപക്ഷം കൊണ്ടുവരികയും അങ്ങനെ ഇമ്രാൻഖാന്റെ പാർട്ടിയിലുള്ള MP-മാർ കൂറുമാറി PML ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയുമായിരുന്നു. അങ്ങനെയാണ് ഇമ്രാൻഖാന് ഈ പ്രധാനമന്ത്രി പദം നഷ്ടമായത്. അതിനുശേഷം പാകിസ്ഥാനിലുടനീളം റാലി നടത്തി ഈ വർഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചധികാരത്തിലെത്താമെന്നാണ് ഇമ്രാൻഖാന്റെ കണക്കുകൂട്ടൽ. അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സംസാരിച്ച അടക്കമുള്ള നിരവധി കേസുകളാണ് ഇമ്രാൻഖാനെതിരെയുള്ളത്. ഈ ഏതാനും മാസം മുമ്പ് വസീറിസ്ഥാനിൽ ഇമ്രാൻഖാന്റെ റാലിക്കിടെ അദ്ദേഹത്തിന് വെടിയേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ആദ്യമായാണ് അദ്ദേഹം പ്രവർത്തകരെ ഇന്ന് അഭിസംബോധന ചെയ്തത്. ഇങ്ങനെ പല കേസുകളും ഇമ്രാൻഖാന്റെ പേരിൽ എടുക്കുകയുണ്ടായി. ഈ വർഷത്തെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടായിരുന്നു അത്തരം കേസുകളെന്നാണ് ഇമ്രാൻഖാന്റെ ഒപ്പമുള്ള നേതാക്കൾ ആരോപിക്കുന്നത്. ഈ തോഷഖാന കേസ് ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ലഭിച്ച ഉപഹാരങ്ങൾ, പ്രത്യേകിച്ച് വാച്ച് ഉൾപ്പെടെയുള്ള വില കൂടിയ ഉപഹാരങ്ങൾ, അത് വിറ്റ് സ്വന്തം കയ്യിലേക്ക് പണം എത്തുകയായിരുന്നു എന്നാണ് ഇമ്രാൻഖാനെതിരെയുള്ള ഈ പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന്. ഈ കേസിലാണ് ഇപ്പോൾ ഇമ്രാൻഖാന് ഈ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മറ്റ് രാജ്യദ്രോഹം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭീഷണിപ്പെടുത്തി ഉൾപ്പെടെയുള്ള കേസുകൾ ഇമ്രാൻഖാനെതിരെയുണ്ട്. ഈ കേസുകളിലൊക്കെ ഇമ്രാൻഖാൻ ജാമ്യത്തിലാണ്. ആഗസ്റ്റിലാണ് പാകിസ്ഥാനിൽ പൊതുതെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് തനിക്കും തൻ്റെ പാർട്ടിക്കെതിരെയുമുള്ള ഈ സർക്കാരിൻ്റെ നീക്കമെന്നാണ് ഇമ്രാൻഖാൻ പറയുന്നത്. പാകിസ്ഥാൻ മറ്റൊരു വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്ന കാലം കൂടിയാണ്. ഡോളറുമായുള്ള വിനിമയ നിരക്ക് 280 രൂപയായി. പാകിസ്ഥാനിൽ പെട്രോൾ വില 300-നടുത്ത് എത്തി നിൽക്കുന്നു. ഇങ്ങനെ വലിയൊരു പ്രതിസന്ധിയെ രാജ്യം നേരിടുമ്പോഴാണ് പാകിസ്ഥാനിൽ ഈ രാഷ്ട്രീയ നീക്കമെന്നതാണ് ശ്രദ്ധേയം. ഏതായാലും ഈ 2 പ്രവിശ്യകളിൽ ഇമ്രാൻഖാന്റെ പാർട്ടിയായിരുന്നു അവിടെ ഭരിച്ചിരുന്നത്. പഞ്ചാബിലും അതുപോലെ തന്നെ ഖൈബർ പഖ്തൂൺഖ്വയിലും. ഈ 2ഇടത്തും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്, പ്രവിശ്യ തെരഞ്ഞെടുപ്പ് ഈ 1 മാസത്തിനുള്ളിൽ നടത്തണമെന്ന് പാകിസ്ഥാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കൂടി വരുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇമ്രാൻഖാനെതിരെയുള്ള പോലീസിന്റെ നീക്കം. ഷഹബാസ് ഷെരീഫിനെ രൂക്ഷമായി വിമർശിച്ച്, ഒപ്പം തനിക്ക് ജീവന് ഭീഷണിയുണ്ടെന്ന് പറഞ്ഞ് പൊതുവിചാരണ വേണമെന്നാവശ്യപ്പെട്ട് ഇമ്രാൻഖാൻ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. വിശദാംശങ്ങളാണ് സരുൺ ജോസ് നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ന്യൂയോർക്ക് ഡൽഹി വിമാനത്തിൽ അതിക്രമം. യാത്രക്കിടെ വിദ്യാർത്ഥി സഹയാത്രക്കാരന് നേരെ മൂത്രമൊഴിച്ചു. ന്യൂയോർക്കിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള അമേരിക്കൻ എയർലൈൻസിലായിരുന്നു സംഭവം. മദ്യലഹരിയിൽ ഉറക്കത്തിലായിരുന്ന വിദ്യാർത്ഥി മൂത്രമൊഴിക്കുകയും ഇത് അടുത്ത സീറ്റിലുണ്ടായിരുന്നയാളുടെ ദേഹത്ത് വീഴുകയുമായിരുന്നു. വിദ്യാർത്ഥി ക്ഷമാപണം നടത്തുന്നതിനെ തുടർന്ന് സഹയാത്രക്കാരൻ ഔദ്യോഗികമായി പരാതി നൽകിയിരുന്നില്ല. എന്നാൽ സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് വിമാന അധികൃതർ എയർ ട്രാഫിക് കൺട്രോളറെ വിവരമറിയിക്കുകയായിരുന്നു. മേഘാലയ, നാഗാലാൻഡ് മുഖ്യമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. മേഘാലയയിൽ കോൺറാഡ് സാങ്മയും നാഗാലാൻഡിൽ നെഫ്യൂ റിയോയുമാണ് മുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുക. മേഘാലയയിൽ 32 MLA-മാരുടെ പിന്തുണ ഉണ്ടെന്നാണ് കോൺറാഡ് സാങ്മയുടെ അവകാശവാദം. സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുകയാകും കോൺറാഡിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ത്രിപുരയിൽ ബുധനാഴ്ചയാണ് സത്യപ്രതിജ്ഞ. 3ഇടത്തെയും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. പൊങ്കാലയ്ക്കൊരുങ്ങി ആറ്റുകാൽ. ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് തലസ്ഥാനം. മറ്റന്നാളാണ് ആറ്റുകാൽ പൊങ്കാല. ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. പൊങ്കാലയ്ക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുകയാണ് ക്ഷേത്ര ട്രസ്റ്റും നഗരസഭയും. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഉപയോഗിക്കുന്ന ചുടുകല്ല് ലൈഫ് പദ്ധതിക്ക് ഭവന നിർമ്മാണത്തിനായി ഉപയോഗിക്കും. നഗരസഭ അല്ലാതെ മറ്റാരെങ്കിലും
അനധികൃതമായി ചുടുകല്ല് ശേഖരിച്ചാൽ നടപടിയെടുക്കുമെന്നും മേയർ ആര്യ രാജേന്ദ്രൻ അറിയിച്ചു. പൂർണ്ണമായും കോവിഡിന് ശേഷം നടക്കുന്ന പൊങ്കാല എന്നുള്ള നിലയിലും അതിനു മുൻപ് നാം ശീലിച്ചിട്ടുള്ള പ്രവണത എന്നുള്ള നിലയിലും ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട്, ഹരിതചട്ടം പാലിച്ചുകൊണ്ടുള്ള, ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള പൊങ്കാലയായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ ചൂട് വളരെ കൂടുന്ന ഒരു കാലഘട്ടമാണ്. നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ എല്ലാവരും നൽകുന്നതാണ്. കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ള നിർദ്ദേശം നമ്മൾ നൽകിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ മറ്റ് തീ പടരാൻ ഉള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുകയും ചെയ്യണം എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അതിൽ പ്രധാനമായും ഓരോ അടുപ്പുകൾ തമ്മിലും നിശ്ചിതമായ ഡിസ്റ്റൻസ് ഉണ്ടാകണം എന്നുള്ളത് കൂടി നമ്മുടെ പൊങ്കാല ഇടാൻ വരുന്ന എല്ലാ അമ്മമാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് എന്നുള്ളത് സൂക്ഷിക്കണം. പൊങ്കാല ഇടുന്നതിന് ഉപയോഗിക്കുന്ന ചുടുകല്ലുകൾ നമ്മൾ ശേഖരിക്കുകയും കട്ടകൾ വിവിധ ഭവന പദ്ധതികൾക്ക്, പ്രത്യേകിച്ചും ലൈഫ് ഭവന പദ്ധതികൾക്ക് വേണ്ടി നിർമ്മാണത്തിന് വേണ്ടി ശേഖരിക്കുക എന്ന പ്രവർത്തനവും നഗരസഭ ഇത്തവണ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി പ്രത്യേകമായി നിശ്ചയിച്ചിട്ടുള്ള വോളണ്ടിയേഴ്സ് മുഖാന്തരമാണ് ഈ കട്ടകൾ ശേഖരിക്കുന്നത്. തലസ്ഥാന നഗരിയിൽ കൂടുതൽ ശുചിമുറികൾ സജ്ജമാക്കുമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ. മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും മേയർ അറിയിച്ചു. തലസ്ഥാനത്തെ പൊതു ഇടങ്ങളിൽ ശുചിമുറികളുടെ അഭാവവും ശോച്യാവസ്ഥയും ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. സുരക്ഷിതമായി പൊങ്കാല ഇടുക എന്നതിനോടൊപ്പം തന്നെ പ്രത്യേകിച്ചും സ്ത്രീകളാണ് വരുന്നത്, അവർക്ക് അത്യാവശ്യം ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടാക്കണം, ബാത്റൂമിൽ പോകാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്നലെ നടത്തിയ യോഗത്തിന്റെ അടിസ്ഥാനമായി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റുകാരും അതുപോലെ തന്നെ വ്യാപാര സമിതിയിലെ നേതാക്കളും ഒക്കെ പങ്കെടുക്കുന്ന യോഗത്തിനകത്ത് ഈ എല്ലാ കടകളും, നഗരത്തിലെ എല്ലാ കടകളും സ്ത്രീകൾക്കും അതുപോലെ തന്നെ പൊങ്കാലയ്ക്ക് എത്തിച്ചേരുന്ന കുട്ടികൾക്കും അടക്കമുള്ളവർക്ക് ബാത്റൂം സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം ഇന്ന് നേരത്തെ തന്നെ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് കുത്തിയോട്ടം. കുത്തിയോട്ടത്തിന് മുന്നോടിയായി ഒരുപാടധികം ഒരുക്കങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത്തരമൊരു കാഴ്ച കാണാം ഇനി. വ്രതം നോറ്റ് ചൂരൽ കുത്തി ആറ്റുകാൽ ദേവിയുടെ ദാസന്മാരാകണം. പൊങ്കാലയ്ക്ക് ശേഷം മണക്കാട് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ എത്തി തിരിച്ചു മടങ്ങുന്നതുവരെ ദേവിക്ക് അകമ്പടിയാകണം. ദേവിയുടെ ദാസന്മാരായതുകൊണ്ട് തന്നെ പകിട്ടൊരൽപ്പം പോലും കുറയാൻ പാടില്ല. മുത്തും മയിൽപീലിയുമൊക്കെ കിരീടത്തിന് അഴകേകുന്നുണ്ട്. ദിവസങ്ങൾ നീണ്ട പ്രയത്നമുണ്ട് ഈ കിരീടങ്ങൾക്ക് പിന്നിൽ. ഒരു മാസത്തെ പണിയാണ്. അത് 5 പീസാണ്. 1, 2, 3, 4, 5 പീസായിട്ട് നമ്മൾ ഒരു മാസം ഞങ്ങൾ 5 പേര് വീട്ടിൽ ഇരുന്ന് ഉണ്ടാക്കി മെനങ്ങാന്ന് ഇവിടെ 1-ാം തീയതി മുതൽ ഇവിടെ ഇരുന്ന് 5-ാം തീയതി തൊട്ട് ഇതേമാതിരി പൂർണ്ണമായ സെറ്റാവും. 745 കിരീടം. ഇത് മാത്രമല്ല, ഇനി ഈ 745 പേരെയും ഈ കിരീടം കൂടെ മേക്കപ്പ് ചെയ്ത് ഡ്രസ്സ് ചെയ്ത് ഇറക്കുകയും വേണം. അതും അതിൻ്റെ ചുമതലയാണ് എനിക്ക്. ഞാൻ 27 വർഷം കൊണ്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ാകാൻ ബാലന്മാർ ഒരുങ്ങുമ്പോൾ കുത്തിയോട്ട ദിവസം അവർക്കണിയാനുള്ള കിരീടവും അതിന്റെ അവസാനവട്ട ഒരുക്കത്തിലാണ്. അരുൺ പാലോടിനൊപ്പം ഐശ്വര്യാനിൽ, ന്യൂസ് 18 തിരുവനന്തപുരം. നൽകാം ജീവിതം.
സംസ്ഥാനത്ത് അവയവദാനം കാര്യമായി നടക്കുന്നില്ലെങ്കിലും അപേക്ഷകരിൽ നിന്ന് സർക്കാർ പിരിച്ചത് 1.25 കോടിയിലധികം തുകയാണ്. അവയവം ലഭിക്കാനായി മൃതസഞ്ജീവനി പദ്ധതിയിലേക്ക് രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിലാണ് ഇത്രയും തുക പിരിച്ചെടുത്തത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരാണെങ്കിൽ പോലും രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിൽ ഒരിളവും നൽകുന്നതുമില്ല. മൃതസഞ്ജീവനി പദ്ധതിയുടെ നടത്തിപ്പ് ഇപ്പോൾ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റേഷൻ ഓർഗനൈസേഷനാണ്. അവയവം ലഭിക്കണമെങ്കിൽ രോഗികൾ ഇവിടെ രജിസ്റ്റർ ചെയ്യണം. വൃക്ക ലഭിക്കാൻ ഒരാൾ 2000 രൂപയും കരൾ, ഹൃദയം, പാൻക്രിയാസ്, ചെറുകുടൽ, ശ്വാസകോശം, കൈകൾ എന്നിവയ്ക്ക് 5000 രൂപയും രജിസ്ട്രേഷൻ ഇനത്തിൽ നൽകണം. മൃതസഞ്ജീവനി ആരംഭിച്ച് ഇതുവരെ 5042 പേർ രജിസ്റ്റർ ചെയ്തു. 2013 ജൂൺ മാസത്തിന് ശേഷമാണ് ഫീസ് ഈടാക്കി തുടങ്ങിയത്. ഈ ഇനത്തിൽ മാത്രം 1,28,57,000 രൂപ രോഗികളിൽ നിന്ന് പിരിച്ചെടുത്തു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പോലും ഒരു ഇളവുമില്ല. അവയവദാനം പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രചാരണങ്ങൾക്കും മരണാനന്തര അവയവദാതാക്കളുടെ പരിപാലനത്തിനുമാണ് ഇത്തരത്തിൽ രജിസ്ട്രേഷൻ ഫീസ് ഈടാക്കുന്നത് എന്നാണ് വിശദീകരണം. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും സംയുക്തമായാണ് തുക വിനിയോഗിക്കുന്നതിൽ തീരുമാനമെടുക്കുന്നതെന്നും ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നു. അവയവദാനം പ്രോത്സാഹിപ്പിക്കാൻ ബജറ്റുകളിൽ സർക്കാർ തുക വകയിരുത്താറുണ്ട്. ഒപ്പം കേന്ദ്ര ഫണ്ട് ലഭിക്കും. ഇവയൊന്നും കൂടാതെയാണ് പാവപ്പെട്ട രോഗികൾക്ക് പോലും ഇളവ് നൽകാതെ ആരോഗ്യവകുപ്പ് അവയവം കാത്തിരിക്കുന്നവരിൽ നിന്ന് പണപ്പിരിവ് നടത്തുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. വിദേശ മലയാളികളെ ചേർത്ത് രൂപീകരിച്ച കമ്പനിക്ക് വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കാൻ സർക്കാർ ഭൂമി വിട്ടുകൊടുക്കുന്നതിൽ വിവാദം കത്തുകയാണ്. വസ്തുവിന്റെ കമ്പോള വില സർക്കാർ ഓഹരിയായി കണക്കാക്കി കമ്പനിക്ക് ഭൂമി സ്വതന്ത്ര ഇടപാടുകൾക്ക് വിട്ടുകൊടുക്കാനുള്ള തീരുമാനത്തിലാണ് വിവാദം. ഭൂമിക്ക് കമ്പോള വില നിശ്ചയിച്ചിട്ടില്ല എന്ന കമ്പനിയുടെ വാദത്തിനെതിരെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തി. കാസർഗോഡ് തലപ്പാടിയിൽ GST വകുപ്പിന് കീഴിൽ 7.5 കോടി രൂപ വിലമതിക്കുന്ന 5 ഏക്കർ ഭൂമിയും ആലപ്പുഴ ചേർത്തലയിൽ സിൽക്ക്, ഓട്ടോകാസ്റ്റ് എന്നീ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ 45 കോടി രൂപ വിലമതിക്കുന്ന 5 ഏക്കർ ഭൂമിയും ആദ്യഘട്ടമായി ഓവർസീസ് കേരള ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഹോൾഡിംഗ് ലിമിറ്റഡ് കമ്പനി എന്ന ഓക്കിലിന് വിട്ടുകൊടുക്കാനാണ് സർക്കാർ നടപടി ആരംഭിച്ചിരിക്കുന്നത്. റവന്യൂ, നിയമ, ധനവകുപ്പുകളുടെ ഭേദഗതികൾ മറികടന്ന് കരാർ തയ്യാറാക്കിയെന്നാണ് വിവരം. ഇടപാടിനെതിരെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തി. വസ്തുക്കളുടെ കമ്പോള വില നിശ്ചയിച്ചിട്ടില്ലെന്ന കമ്പനിയുടെ വാദം തെറ്റാണെന്ന് രമേശ് ചെന്നിത്തല പ്രസ്താവനയിൽ പറഞ്ഞു. കമ്പോള വില നിശ്ചയിച്ചു എന്നത് കഴിഞ്ഞ വർഷം ജൂലൈയിലെ മന്ത്രിസഭാ കുറിപ്പിലും ഇതേ മാസം പുറത്തുവന്ന ഉത്തരവിലും വ്യക്തമാണ്. സർക്കാരിനു കീഴിലെ കമ്പനിയാണ് ഓക്കിലെങ്കിൽ റെസ്റ്റ് സ്റ്റോപ്പ് പ്രൈവറ്റ് ലിമിറ്റഡും റിയൽ എസ്റ്റേറ്റ് ട്രസ്റ്റുമായുള്ള ഓക്കിലിന്റെ കരാർ എന്താണെന്ന് വ്യക്തമാക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. ദേശീയ സംസ്ഥാന പാതയോരങ്ങളിലായി 30 ഇടങ്ങളിൽ 1000 കോടി രൂപ ചെലവഴിച്ച് വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കാനാണ് തീരുമാനം. യാത്രക്കാർക്കുള്ള വിശ്രമ കേന്ദ്രം, ഷോപ്പിംഗ് കേന്ദ്രം, ഫുഡ് കോർട്ട്, വർക്ക്ഷോപ്പ്, ശുചിമുറി തുടങ്ങിയവയാണ് ഉണ്ടാവുക. ചേർത്തലയിൽ പെട്രോൾ പമ്പ് തുടങ്ങാനുള്ള തീരുമാനം റദ്ദാക്കിയാണ് കമ്പനിക്ക് ഭൂമി വിട്ടുകൊടുക്കുന്നത്. ഭൂമി പണയപ്പെടുത്തുന്നതിന് കരാർ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തിയെന്നും ആരോപണമുണ്ട്. പദ്ധതി പ്രകാരം ഭൂമി അന്യാധീനപ്പെടരുതെന്ന വ്യവസ്ഥ ഒഴിവാക്കിയതായാണ് ആരോപണം. ഓക്കിൽ മറ്റ് 2 കമ്പനികളുമായി ഉണ്ടാക്കിയ ധാരണാപത്രം പുറത്തുവിടണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ന്യൂസ് 18, തിരുവനന്തപുരം. കുടിവെള്ളം മുട്ടുമോ എന്ന ആശങ്കയിലാണ് തലസ്ഥാന ജനത. അരുവിക്കര ഡാമിലെ ജലസംഭരണ ശേഷി 50% ചെളിയും മണ്ണും നിറഞ്ഞിട്ടും അധികൃതർ മൗനത്തിലാണെന്നാണ് ആരോപണം. പ്രളയശേഷം ഡാമുകളിൽ സംഭരണശേഷി കാര്യമായി കുറഞ്ഞു. തിരുവനന്തപുരം ജില്ലയുടെ കുടിവെള്ള സ്രോതസ്സായ അരുവിക്കരയിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഡാമിൽ എക്കലും മണ്ണും പായലും നിറഞ്ഞ് ജലസംഭരണ ശേഷി നന്നായി കുറഞ്ഞു. ഏകദേശം 50%-ഓളം ജലമാണ് ഡാമിൽ സംഭരിക്കാൻ സാധിക്കുന്നത്. വേനൽ രൂക്ഷമായതോടെ ഇപ്പോൾ വെള്ളം തീരെ കുറവാണ്. തിരുവനന്തപുരം നഗരസഭ, അരുവിക്കര, വെള്ളനാട്, കരകുളം പഞ്ചായത്തുകൾ, നെടുമങ്ങാട് നഗരസഭ തുടങ്ങിയ പ്രദേശങ്ങളിൽ വേനൽക്കാലത്ത് അരുവിക്കരയിൽ നിന്നുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അടുത്ത മാസത്തോടെ മഴയില്ലെങ്കിൽ പൂർണ്ണമായും ഡാമിലെ വെള്ളം തീരുമെന്നാണ് ആശങ്ക. ഇതോടെ തലസ്ഥാന ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ കുടിവെള്ളമില്ലാത്ത അവസ്ഥയിലാകുമെന്നും ആശങ്കപ്പെടുന്നു. ഡാം റിസർവോയറിൽ മണ്ണ് നീക്കം ചെയ്യണമെന്ന ആവശ്യം വർഷങ്ങളായി നിലനിൽക്കുകയാണ്. ഏറെക്കാലമായുള്ള ജനങ്ങളുടെ മുറവിളിക്കൊടുവിലാണ് അരുവിക്കര ഡാം ആഴം കൂട്ടി മണലെടുക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചത്. എത്ര അളവിൽ മണൽ ശേഖരമുണ്ടെന്ന് കണ്ടെത്താനുള്ള DPR തയ്യാറാക്കിയിരുന്നു. 48 ഹെക്ടർ വിസ്തൃതിയുള്ള റിസർവോയറിൽ 8 മീറ്റർ ആഴത്തിൽ ജലം സംഭരിച്ച് നിർത്താമെന്നിരിക്കെ 4 മീറ്ററിലും 3.5 മീറ്ററിലും ഒതുങ്ങിയ അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ആകെ സംഭരണശേഷിയുടെ 50%-വും മണലും ചെളിയും മാലിന്യവും അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. പരമാവധി 5 ദിവസത്തേക്ക് ആവശ്യമായ വെള്ളം സംഭരിച്ചു നിർത്താനേ ഇപ്പോൾ സാധിക്കൂ.
പ്ലാസ്റ്റിക് മാലിന്യം യന്ത്രങ്ങളിൽ കുടുങ്ങി പമ്പിംഗ് മുടക്കം അരുവിക്കര ഡാമിൽ പതിവാണ്. ജില്ലയിൽ വിവിധ പമ്പിംഗ് സ്റ്റേഷനുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുന്നതും പതിവായി. പെരുമഴക്കാലത്ത് നിരവധി തവണ ഷട്ടറുകൾ ഉയർത്തി വെള്ളം ഒഴുക്കേണ്ടി വന്നു. പ്ലാന്റുകളിൽ വെള്ളം കടത്തിവിടുന്ന ഇരുമ്പ് വലകൾ മാലിന്യം മൂടി വെള്ളം കടക്കാത്ത അവസ്ഥയാണ്. ശേഷിയുടെ പകുതിയും ചെളിയും മണ്ണും മണലും മാലിന്യവും അടിഞ്ഞതാണ് ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് ഡാം അധികൃതർ പറയുന്നു. മാലിന്യം റിസർവോയറിൽ തള്ളുന്നതിനെതിരെ ഇരുമ്പുവേലികൾ സ്ഥാപിച്ചെങ്കിലും 500 മീറ്ററോളം ഭാഗത്ത് ഫെൻസിംഗ് പൂർത്തിയാക്കിയില്ല. ഇറിഗേഷൻ വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലുള്ള ചുള്ളിയാർ, മംഗലം ഡാമുകളിൽ മണ്ണും എക്കലും മാലിന്യവും നീക്കം ചെയ്ത മാതൃകയിൽ അരുവിക്കരയിലും ഇവ നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 നെടുമങ്ങാട്. കോഴിക്കോട് നാദാപുരം കല്ലാച്ചിയിലെ മിനി സിവിൽ സ്റ്റേഷനിലെ കുടിവെള്ള കണക്ഷൻ വിച്ഛേദിച്ചു. 1 ലക്ഷത്തോളം രൂപ കുടിശ്ശിക അടയ്ക്കാതായതോടെയാണ് ജല അതോറിറ്റി നടപടിയെടുത്തത്. പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും വെള്ളം കിട്ടാതെ സ്ത്രീകൾ ഉൾപ്പെടെ 75ഓളം ജീവനക്കാരാണ് കല്ലാച്ചിയിലെ മിനി സിവിൽ സ്റ്റേഷനിൽ ദുരിതം അനുഭവിക്കുന്നത്. സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കിണറിൽ നിന്നും മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്താണ് ഓഫീസിൽ 7 വർഷമായി വെള്ളം ലഭ്യമാക്കിയിരുന്നത്. എന്നാൽ വേനൽ കനത്തതോടെ കിണർ വറ്റിയിരിക്കുകയാണ്. സമീപവാസികളായ നിരവധി വീട്ടുകാരും കുടിവെള്ളത്തിന് ഈ കിണറിനെയാണ് ആശ്രയിക്കുന്നത്. ഫെബ്രുവരി മുതൽ വേനൽ കനത്തതോടെ കിണറിലെ ജലവിധാനം കുറഞ്ഞു. പരിസരവാസികളും ജലക്ഷാമത്തിന്റെ പിടിയിലായി. ഇതോടെ ഓഫീസിലേക്കുള്ള പമ്പിംഗ് നിലച്ചു. കുടിശ്ശികയുടെ പേരിൽ വാട്ടർ അതോറിറ്റി കണക്ഷൻ വിച്ഛേദിച്ചിട്ട് 4 മാസത്തോളമായി. സിവിൽ സ്റ്റേഷനകത്ത് എത്രയും പെട്ടെന്ന് വെള്ള വിതരണം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കൂടി ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടതുണ്ട്. ജീവനക്കാരും അതുപോലെ തന്നെ പൊതുജനങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രയാസത്തിന് എത്രയും പെട്ടെന്ന് അറുതി വരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സർവീസ് സംഘടന എന്ന നിലയ്ക്ക് NG അസോസിയേഷൻ പ്രതീക്ഷിക്കുന്നു. ജില്ലാ ഭരണാധികാരികൾ ബന്ധപ്പെട്ട് കുടിശ്ശിക തീർത്താൽ മാത്രമേ കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ കഴിയൂ. വടകര താലൂക്ക് ഓഫീസിന് കീഴിൽ വരുന്ന സ്ഥാപനങ്ങളായതിനാൽ ഇതിന് മുൻകൈയെടുക്കേണ്ടത് താലൂക്ക് ഓഫീസാണ്. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ്, എക്സൈസ്, ലാൻഡ് ട്രിബ്യൂണൽ, ട്രഷറി എന്നീ പ്രധാനപ്പെട്ട 4 ഓഫീസുകളാണ് നിലവിൽ ഇവിടെ പ്രവർത്തിക്കുന്നത്. ഓഫീസ് ജീവനക്കാർക്കൊപ്പം വിവിധ ആവശ്യങ്ങൾക്ക് ഓഫീസിലെത്തുന്നവരും വെള്ളമില്ലാത്ത കാരണം ഏറെ പ്രയാസത്തിലാണ്. സിവിൽ സ്റ്റേഷൻ മുറ്റത്ത് കിണറോ കുഴൽ കിണറോ നിർമ്മിച്ചാൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ കഴിയും എന്നാണ് നാട്ടുകാരും ജീവനക്കാരും പറയുന്നത്. ന്യൂസ് 18 നാദാപുരം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 12-ന് തൃശൂരിലെത്തും. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ന് നടക്കേണ്ട അമിത്ഷായുടെ തൃശൂർ സന്ദർശനമാണ് 12-ലേക്ക് മാറ്റിയത്. ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തെലങ്കേരിയെ വിയൂർ ജയിലിലേക്ക് മാറ്റി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് വിയൂരിലേക്ക് മാറ്റിയത്. കോട്ടയം തിരുവഞ്ചൂരിൽ യുവാവിനെ ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ചു കൊന്നു. കൊല്ലപ്പെട്ടത് തിരുവഞ്ചൂർ വന്നല്ലൂർകര കോടതി സ്വദേശി ഷൈജു. പ്രദേശവാസികളായ ലാലു, സിബി എന്നിവർ കസ്റ്റഡിയിൽ. എറണാകുളം കുറുപ്പംപടി മലമുറി ഭാഗത്ത് MC റോഡിൽ പുള്ളിമാനെ അപകടത്തിൽപ്പെട്ട് ചത്ത നിലയിൽ കണ്ടെത്തി. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. തൊട്ടടുത്തുള്ള മലയിൽ നിന്നും എത്തിയതാണ് എന്ന് സംശയിക്കുന്നു. കോതമംഗലം നേര്യമംഗലത്തിന് സമീപം KSRTC ബസ് മറിഞ്ഞ് യാത്രക്കാർക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പരിക്കേറ്റവരെ കോതമംഗലത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. കാസർഗോഡ് ചന്തേരയിൽ ഓടിക്കൊണ്ടിരുന്ന ചരക്ക് തീവണ്ടിയുടെ ബോഗികൾ വേർപെട്ടു. മംഗലാപുരത്ത് നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ചരക്ക് വണ്ടിയുടെ ബോഗികളാണ് വേർപെട്ടത്. മാമാങ്ക സ്മരണകൾ ഉണർത്തി ചിനക്കത്തൂർ പൂരം. ആവേശം വാനോളമുയരുന്ന കുതിരക്കളിയും തേരും തട്ടിൽ മേൽക്കൂത്തും 27 ആനകൾ അണിനിരക്കുന്ന ആനപ്പൂരവും കാണാം. ചിനക്കത്തൂരിൽ നിന്നും പ്രഭാത കേരളം രാവിലെ 7 മുതൽ. സേ നോ ടു ഡ്രഗ്സ്, സേ യെസ് ടു ലൈഫ് എന്ന മുദ്രാവാക്യമുയർത്തി ലഹരിക്കെതിരെ കോട്ടയത്ത് മിനി മാരത്തോൺ നടന്നു. പുനർജനി എന്ന പേരിൽ സംഘടിപ്പിച്ച കൂട്ടയോട്ടത്തിൽ 100 കണക്കിന് വിദ്യാർത്ഥികളും യുവാക്കളും അണിനിരന്നു. ചിന്മയ മിഷന്റെയും ചിന്മയ യുവകേന്ദ്രയുടെയും ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. തിരുനക്കര ക്ഷേത്ര മൈതാനിൽ നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം കോട്ടയം ചിന്മയ വിദ്യാലയത്തിൽ സമാപിച്ചു.
സ്പോർട്സ്. വനിതാ IPL റോയൽ ചലഞ്ചേഴ്സിനെ തകർത്ത ഡൽഹി ക്യാപിറ്റൽസ്. 60 റൺസിനാണ് ഡൽഹിയുടെ അതിഗംഭീര ജയം. 224 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന റോയൽ ചലഞ്ചേഴ്സിന് 8 വിക്കറ്റ് നഷ്ടത്തിൽ 163 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി ക്യാപ്റ്റൻ മെഗ് ലാനിങ്ങും ഷഫാലി വർമ്മയും അർദ്ധ സെഞ്ചുറി നേടി. ഷഫാലി 84 റൺസ് എടുത്തും മെഗ് ലാനിങ് 72 റൺസും എടുത്ത് പുറത്തായി. മറുപടി ബാറ്റ് ചെയ്ത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയുടെ 35 റൺസ് മാത്രമാണ് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത്.